ഹിജ്റ 895 ജനിക്കുകയും ഹിജ്റ 928 വഫാത്താവുകയും ചെയ്ത മലബാർ കണ്ട ആലിം ഷഹീറാണ് മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു. അവർ 21 കിതാബുകൾ എഴുതിയിട്ടുണ്ട്. മുത്തഫരിദ് പോലും അവരുടെ കിതാബാണ്. അതിൽപ്പെട്ട കിതാബാണ് ഫിൽ കവാകിബി കൽബൂദൂർ ബൽവാ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി ലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്താഹി വൽ ഹബീബിൽ അറബി. മങ്കൂസ് മൗലൂദ് എല്ലാ ദിവസവും പൊരേച്ചല്ല. എല്ലാ ദിവസവും എല്ലാ പൊരയിലും മങ്കൂസ് മൗലൂദ് അല്ല. 25 മിനിറ്റ് മതി. അതാര് ചെല്ലണം? പെണ്ണുങ്ങൾക്ക് എന്താ വേറെ പണി? ആ മൊബൈലൊക്കെ വലിച്ചെറിയുക. അതിൻ്റെ ഒന്നും കാര്യമില്ല. ആവശ്യമില്ലാത്ത മൊബൈൽ കളി, കുതിര വിടൽ ഒക്കെ നിർത്തുക. അതൊക്കെ മാറ്റി വെക്കുക. പെണ്ണുങ്ങൾ എന്ത് ചെയ്യുക? ഇഷ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് അതിൻ്റെ സുന്നത്ത് ഔറാദുകൾ ചെയ്തിട്ട് സാധാരണ ഓടുന്ന സബ്ആൽ മുൻജിയാത്ത് പോലെയുള്ള സൂറത്തുകൾ ഓതിക്കഴിഞ്ഞതിന് ശേഷം പെണ്ണുങ്ങൾ ഇഷ നിസ്കരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യട്ടെ? പെണ്ണുങ്ങൾ ഒരു മങ്കൂസ് മൗലൂദ് ഓടുക. എന്നിട്ട് ദ്വാരക്കുക. ആപത്തുകൾ വന്നപ്പോൾ ആപത്തിനെ ക്ഷമിപ്പിക്കാൻ വേണ്ടിയും ഷെറുകളെ തിരിച്ചുവിടാൻ വേണ്ടിയും സമുദായത്തിൻ്റെ വീടുകളിലും കുടുംബങ്ങളിലും വരുന്ന സുമ്മിൻ്റെ കാറ്റ് ഇല്ലാതാകുന്നതിന് വേണ്ടിയും വിഷക്കാറ്റുകൾ മാറിപ്പോകുന്നതിന് വേണ്ടിയും സമുദായത്തെ വിഷക്കാറ്റ് ബാധിക്കാതിരിക്കാൻ വേണ്ടിയും മഹാനായ മഖ്ദൂമുൽ മഅബരി റളിയല്ലാഹു അൻഹു വസിയത്തിൽ അവരെഴുതി ഉണ്ടാക്കിയതാണ് മങ്കൂസ് മൗലൂദ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് എല്ലാ ദിവസവും പൊരച്ചില്ല. എല്ലാ ദിവസവും 25 മിനിറ്റ് ഉണ്ടെങ്കിൽ മങ്കൂസ് മൗലൂദ് ഓടാം. 25 മിനിറ്റ് മതി. മങ്കൂസ് മൗലൂദ് ഓടാൻ 25 മിനിറ്റ് മതി. ചിന്തിക്കുക. അതെല്ലാവരും ഓടുക. ഒരു പൊരയിൽ ഒരു മങ്കൂസ് മൗലൂദ് ഓടണം. എന്ന് ദിവസം ഓടണം. മങ്കൂസ് മൗലൂദ് എല്ലാ ദിവസവും എല്ലാ ദിവസവും മങ്കൂസ് മൗലൂദ്. ആര് പറഞ്ഞ്? മഖ്ദൂമുൽ കബീർ കൽപ്പിച്ച്. നൂറ്റാണ്ടുകൾ അനവധിയായി മലബാർ ആപത്ത് തടയാൻ വേണ്ടി സാധാരണ കൊണ്ട് നടക്കുന്നതാണ് മങ്കൂസ് മൗലൂദ്. അത് നിസ്സാരമല്ല. മങ്കൂസ് മൗലൂദ് ഒരു നിസ്സാരപ്പെട്ട സംഗതിയല്ല. ചിന്തിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഅവജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ وأخرجه في آخر الزمان كما قدر وأبدى وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه أخجل قمرا وفرقدا ألا هو الذي توسل به آدم وافتخر بكونه والدا واستغاث به نوح فنجا من الردى وكان في صلب إبراهيم حين ألقي في النار فعاد وصار لهبها مخمدا ورأت أمه آمنة حين حملت به ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لها إذا طلعت شمس الفلاح والهدى فسميه محمدا قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم ب1000 عام يسبح الله ذلك النور وتسبح الملائكة بتسبيحه فلما خلق الله تعالى آدم ألقى ذلك النور في طينته فأهبطني الله في صلب آدم إلى الأرض وجعلني في السفينة في صلب نوح وجعلني في صلب الخليل إبراهيم حين قذف به في النار ولم يزل ينقلني ربي من الأصلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على سفاح قط صلى الله وعلى سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله
عليه وسلم صلى الله على سيدنا محمد أنت تطلع بيننا في الكواكب كالبدر بل وأشرف منه يا سيدي خير النبي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي أنت منجينا غدا من شفاعتك الصافى من لنا مثلك يا سيدي خير النبي ارتكبت على الخطأ غير حصر وعادت لك أشكو فيه يا سيدي خير النبي إننا نرجو إلى كأس حولك للعطش سيدي خير النبي الشفاعة لنا في القيامة مشفيقا ولنا الله يا سيدي خير النبي صلاة على النبي كل وقت دائما لها نجم في السماء سيدي خير النبي الصلاة على النبي الشافع الأبطال والحبيب العربي മാനപ്പെട്ട മങ്കൂസിൻ്റെ ആദ്യത്തെ ഹദീസും അതിൻ്റെ ബെയ്ത്തുമാണത്. ഇങ്ങനെ ഒരു 20-25 മിനിറ്റ് ഉണ്ടെങ്കിൽ തീർക്കാവുന്നതാണ് മങ്കൂസ് മൗലൂദ്. എല്ലാ പുരയിലും എല്ലാ ദിവസവും ചൊല്ലി ദ്വാർക്കുക, എന്നാൽ പരിഹാരം ഉണ്ടാവും. അല്ലാഹു തആല പരിഹരിച്ചു തരട്ടെ. മുൻഗാമികളായ സ്വാലിഹീങ്ങൾ ഇത് നടപ്പിലാക്കാൻ വേണ്ടി കൽപ്പിച്ചതാണ്. മഖ്ദൂമുൽ മഅബരി റളിയല്ലാഹു അൻഹു ദിവസേന ചൊല്ലാൻ വേണ്ടി ഉപദേശിച്ചതാണ്. അതുകൊണ്ടാണ് മങ്കൂസ് മൗലൂദ് മങ്കൂസ് എന്ന പേരുണ്ടായത്. ചുരുക്കിയിട്ട് ചൊല്ലി തീർക്കാം. 25 മിനിറ്റ് മതി മങ്കൂസ് ചെല്ലാൻ. എല്ലാ പൊരിയും മങ്കൂസിൽ ചേർക്കുക. എന്തിന്? ആപത്ത് മുസീബത്ത് തടഞ്ഞു പോകാൻ അല്ലാഹു തആല തടഞ്ഞു തരട്ടെ. അല്ലാഹു പ്രശ്നങ്ങളെ പരിഹരിക്കും. അല്ലാഹുവിന് അല്ലാതെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന നിങ്ങൾ വിചാരിക്കാൻ വേണ്ട. ഒരാൾക്കവിടെ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല, അല്ലാഹുക്കല്ലാതെ. അല്ലാഹു പരിഹരിച്ചാലോ? അല്ലാഹു പരിഹരിച്ചാൽ പിന്നെ ഒരാൾക്കതിനെ തടയാനും കഴിയൂല, കുഴപ്പമുണ്ടാക്കാനും കഴിയൂല. ആര് കുഴപ്പക്കാരനാണോ അവൻ ഓട്ടോമാറ്റിക്കലി ഇല്ലാതെയാവും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് അള്ളാൻ്റെ ഇടപെടലാണ് ഇതിന് വേണ്ടത്. പിന്നെ സുപ്രീം കോടതിയിലും മറ്റും നമ്മുടെ നേതാക്കന്മാർ കേസ് കൊടുത്തിട്ടുണ്ട്. അള്ളാഹു അത് എളുപ്പമാക്കി തരട്ടെ. അത് നിങ്ങൾ എപ്പോഴും ദ്വാരക്കണം. നേതാക്കന്മാരെ പാർലമെൻറ്റിലുമാണെങ്കിലും കോടതിയിലാണെങ്കിലും നേതാക്കന്മാർ ഇടപെടുന്ന കാര്യം എളുപ്പമായി കിട്ടണം റബ്ബേ എന്ന് പറഞ്ഞ് ദ്വാരക്കണം. അടച്ചോനെ എളുപ്പമാക്കി തരട്ടെ. നമ്മൾ ഇവിടുന്നാണ് കൈയൊന്തിച്ചാൽ അവർക്കത് എളുപ്പമാവും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഉടന്തിരിഞ്ഞ് നിൽക്കരുത്. സമുദായം രണ്ടായി പോകരുത്. അഭിപ്രായ വ്യത്യാസങ്ങളെ മാറ്റിവെച്ച് എല്ലാവരും യോജിച്ച് പോകണം. സുന്നത്ത് ജമാഅത്തിൻ്റെ അയൽക്കാർ പ്രത്യേകിച്ചും നമ്മൾ അഭിപ്രായക്കേടുകൾ ദയവായി ഈ കാലത്ത് പറയരുത്. നമ്മൾ യോജിച്ച് പോകണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. കേരളത്തിൻ്റെ സ്വരം എന്ന് പറഞ്ഞാൽ അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ സ്വരമാണ്. ബാക്കിയൊക്കെ നിസ്സാരമാണ്. അവരും നമ്മളോട് യോജിക്കും. ഏതാനും സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ യോജിച്ച് തന്നെ പോകണം. ഈ സന്ദർഭത്തിൽ അഭിപ്രായക്കേടുകൾ വളർത്തരുത്. പടച്ചോൻ നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. യദുല്ലാഹി അലൽ ജമാഅ, ഐക്യമുണ്ടെങ്കിൽ അവിടെ അള്ളാഹിൻ്റെ ശക്തി ഇറങ്ങി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. യദുല്ലാഹി അലൽ ജമാഅ, അൽ ജമാഅത്തു റഹ്മ, യോജിച്ച് നിന്നാൽ അത് തന്നെയാണ് റഹ്മത്തെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാണ് നിങ്ങളെല്ലാവരും നമ്മൾ യോജിച്ച് നിൽക്കണം. നമ്മൾ പല അഭിപ്രായക്കേടുണ്ടാവും. പല തന്നെ സുന്നത്യമായത്തിൻ്റെ രംഗത്ത് തന്നെ പല അഭിപ്രായങ്ങളുള്ളവരുണ്ടാവും. അതൊക്കെ ശരിയാണ്. പക്ഷെ ഇപ്പോൾ തൽക്കാലം ഒക്കെ മാറ്റി വെക്കണം. എന്നിട്ട് യോജിച്ച് നിൽക്കണം. എല്ലാവരും ഒന്നിച്ച് നിൽക്കണം.